12 രാശികളിൽ ചില രാശികൾ അല്ലെങ്കിൽ 6 രാശികൾ ശുഭരാശികളും 6 രാശികൾ പാപരാശികളുമാണ് ഈ കാണിച്ചിരിക്കുന്ന പോലെ. എം എന്ന് എഴുതിയിരിക്കുന്നത് മാലിഫിക് അല്ലെങ്കിൽ അശുഭരാശിയാണ്. മേടം അശുഭരാശിയാകുമ്പോൾ ഇടവം ശുഭരാശിയാണ്, ബെനഫിക്കാണ്. പക്ഷേ അടുത്ത് വരുന്നത് മാലിഫിക് ആയിരിക്കും, അതിൻ്റെ അടുത്ത് വരുന്നത് ബെനഫിക്. ഇങ്ങനെ ഒന്നിടവിട്ട് ശുഭനും അശുഭനുമായിട്ട് രാശികളെ തരംതിരിച്ചിരിക്കുന്നു. ഇത് നമുക്ക് ജാതകമൊക്കെ പഠിക്കുമ്പോൾ വളരെയധികം ഗുണപ്രദമാണ്. ശുഭരാശികൾ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളും അശുഭരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അത്രയും നല്ല ഫലങ്ങളുമായിരിക്കില്ല കിട്ടുന്നത്. അതുപോലെ തന്നെ ആൺ രാശിയും പെൺ രാശിയും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മെയിൽ രാശിയും ഫീമെയിൽ രാശിയും കണ്ടുപിടിക്കാൻ മേടം മെയിലെന്ന് എണ്ണീട്ട് അതിൻ്റെ അടുത്ത് വരുന്നത് ഫീമെയിൽ അല്ലെങ്കിൽ പെൺ രാശി, ഇങ്ങനെ ഇടവിട്ട് എണ്ണണം ഈ കാണിച്ചിരിക്കുന്നത് പോലെ. മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഇതെല്ലാം ആൺ രാശികളും ബാക്കിയെല്ലാം പെൺ രാശികളുമാണ്. ഇത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ജാതകമൊക്കെ നോക്കുമ്പോൾ വളരെയധികം ഗുണപ്രദമാണ് ഇതും. അതുപോലെ തന്നെ രാശികളിൽ ചരരാശി, സ്ഥിരരാശി, ഉഭയരാശി ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഉഭയരാശി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ മൂലയ്ക്കുള്ള രാശികളെല്ലാം തന്നെ ഉഭയരാശികളാണ്. അതായത് മീനം, മിഥുനം, കന്നി, ധനു ഇവ ഉഭയരാശികളാണ്. അതുപോലെ മറ്റുള്ളവയും ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഓർത്തിരിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഈ 3 വരുന്നത് കൊണ്ടാണ്. മറ്റേതെല്ലാം ആൾട്ടർനേറ്റ് ആണ്, ഇത് 3 വരുന്നത് കൊണ്ടാണ്. ജോലിയുടെ സ്വഭാവം, മനുഷ്യരുടെ സ്വഭാവം ഇതെല്ലാം വിശകലനം ചെയ്യുമ്പോൾ നമുക്കിത് വളരെയധികം ഉപകാരപ്പെടും. അതായത് ചരരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിന്നാൽ അവർ എപ്പോഴും യാത്ര ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇനി ഈ കാണിച്ചിരിക്കുന്ന പോലെ ദിക്കുകളും കൊടുത്തിട്ടുണ്ട് രാശികൾക്ക്. അതായത് മേടത്തിന് കിഴക്ക്, ഇടവത്തിന് തെക്ക്, മിഥുനത്തിന് പടിഞ്ഞാറ്, കർക്കിടകത്തിന് വടക്ക്, ഇങ്ങനെ പിന്നെയും ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കാണാതെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ വരുന്ന ഗ്രഹങ്ങളെ വെച്ച് ചിലപ്പോൾ നമുക്ക് ഇന്ന സൈഡിൽ ഇന്നതുണ്ട് എന്നൊക്കെ പറയാൻ കഴിയും, അല്ലെങ്കിൽ ഇന്ന സൈഡിൽ ദോഷമുണ്ട് ഇതൊക്കെ പറയാൻ കഴിയും.